to another class of English. നിങ്ങൾ എല്ലാവരും SSLCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ നമുക്ക് ഈ വർഷം SSLCക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പോയമാണ് മദർ ടു സൺ എന്നുള്ളത്. നിങ്ങളുടെ 5th യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആണ് നമ്മുടെ 14th ചാപ്റ്റർ. ഓക്കെ, മദർ ടു സൺ ഒരു പോയമാണ് റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ്. മദർ ടു സൺ 3 വേർഡ്സ് ആണ് നമുക്ക് ഈ പോയത്തിന് ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അമ്മ മകനോട് പറയുന്നത് എന്തോ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? there is only one speaker in our poem. ഒരേ ഒരാൾ മാത്രമാണ് ഈ പോയത്തിൽ സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി മദർ. അമ്മയാണ് ഇവിടുത്തെ സംസാരിക്കുന്ന ആള്, സ്പീക്കർ എന്ന് പറയുന്നത്, നമ്മുടെ ആ പോയത്തിന്റെ സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കാം അല്ലേ ഈ അമ്മമാർക്ക് മക്കളോട് പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ അമ്മ മകൻ ഇതൊരു ആഫ്രിക്കൻ അൺഎഡ്യൂക്കേറ്റഡ് മദർ ആണ്. ഓക്കെ, ആഫ്രിക്കൻ അൺഎഡ്യൂക്കേറ്റഡ് മദർ ആണ്. സോ ആ അമ്മയ്ക്ക് മകന് കൊടുക്കാനുള്ളത് ഡെഫിനറ്റ്ലി കുറെ അഡ്വൈസസ് ആണ്, കുറെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കാനുണ്ട് ഉള്ളത്. എന്തായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്? മേ ബി മകൻ ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയായിരിക്കാം, ചിലപ്പോൾ കുറച്ച് മുതിർന്നിട്ടുണ്ടാകാം. എങ്കിലും അമ്മമാരെയൊക്കെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് എപ്പോഴും മക്കളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഈ അമ്മയ്ക്ക് മകനോട് പറയാനുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ്. ആസ് യൂഷ്വൽ വി ഹാവ് ടു റീഡ് അബൌട്ട് അവർ ഓഥർ ലാങ്സ്റ്റൺ ഹ്യൂസ്. സോ ഇതാണ് നമ്മുടെ ഓഥർ, ജെയിംസ് മെർസിയർ ലാങ്സ്റ്റൺ ഹ്യൂസ്, 1902-1967. He was an American poet. ഒരു അമേരിക്കക്കാരനായിട്ടുള്ള എഴുത്തുകാരനാണ്, പോയറ്റാണ് ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്നത്. സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ് ആൻഡ് കോളംനിസ്റ്റ് ഫ്രം ജോപ്ലിൻ, മിസോറി. അപ്പൊ അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണുള്ളത്? സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, പ്ലേ റൈറ്റ് തിരക്കഥാകൃത്താണ്, കോളംനിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വളരെയധികം മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്നത്. He is one of the earliest innovators of the literary art form called jazz poetry. Jazz poetry എന്ന ഒരു വിഭാഗം എഴുത്തുണ്ട്, പോയത്തിന്റെ കവിതകളുടെ ഒരു വിഭാഗമാണ് ജാസ് പോയട്രി. അപ്പൊ ഈ ജാസ് പോയട്രിയുടെ ആദ്യകാലത്ത് തുടക്ക കാലഘട്ടങ്ങളിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന വളരെ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അത് തുടക്ക കാലഘട്ടത്തിൽ അധികം ഉണ്ടായിരുന്നു ജാസ് പോയട്രിയിൽ. ഹ്യൂസ് is best known as a leader of the Harlem Renaissance. ഹ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അദ്ദേഹം ഹാർലം റെനൈസൻസിന് ലീഡർ ആയിട്ടാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. ഈ ഹാർലം റെനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ കൾച്ചറുകളെ, അവരുടെ ലാംഗ്വേജിനെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഹാർലം റെനൈസൻസ്. ഒരു മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഹാർലം റെനൈസൻസ്. അപ്പോൾ ഈ ഹാർലം റെനൈസൻസിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് നമ്മുടെ പോയിറ്റ് ആയിട്ടുള്ള ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്ന ആള്. Montage of a dream referred, the Negro speaks of rivers, let America be America again, etc. are some of his known books. ഇപ്പോൾ വായിച്ച montage of dream referred, Negro speaks of river, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓഥറിനെയൊക്കെ പരിചയപ്പെട്ടല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ള പോയോ മദർ ടു സൺ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് മദർ ടു സൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആഫ്രോ അമേരിക്കൻ റിനൈസൻസ് അല്ലെങ്കിൽ ഹാർലം റിനൈസൻസ് ആഫ്രിക്കൻ അൺഎഡ്യൂക്കേറ്റഡ് മദർ ആണ് എന്നൊക്കെ മിസ് പറഞ്ഞു. അപ്പൊ ഈ ആഫ്രിക്കൻ ഡയലക്റ്റുകളുടെ ചില പ്രത്യേകതകൾ, അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചിലപ്പോൾ ചില തെറ്റുകൾ, ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ചില മിസ്റ്റേക്കുകളൊക്കെ ചില വാക്കുകളിൽ ഈ പോയത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അതൊരിക്കലും ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല. പക്ഷെ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ആളുടെ ഡയലക്റ്റ്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ ഭാഷ, അതിനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അമ്മയുടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ആഫ്രിക്കൻ മദറിന്റെ ലാംഗ്വേജ്, അവരുടെ ഭാഷയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ റെഡി അല്ലേ? നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ ഇതാണ്, മദർ ടു സൺ. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് മിസ് ഒരു കാര്യം കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പോയറ്റ് ഹാർലം റിനൈസൻസിനെയും ജാസ് പോയട്രിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതായിരുന്നു
ഈ ഹാർലം റിനൈസൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓഥറിനെ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മദർ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ലേഡിയാണ്. ഈ ആഫ്രിക്കൻ അൺഎഡ്യൂക്കേറ്റഡ് മദർ തൻ്റെ മകനോട് സംസാരിക്കുന്നതാണ് നമുക്ക് ഈ പോയത്തിൽ പഠിക്കാനുള്ളത്. ആഫ്രിക്കൻ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ മദർ തൻ്റെ മകനോട് സംസാരിക്കുന്നു. അപ്പോൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കുഴപ്പം എന്തായിരിക്കും? അവർ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചില ചെറിയ ചില തെറ്റുകൾ. വലിയ തെറ്റുകളല്ല, ചെറിയ ചില തെറ്റുകൾ, ചില അക്ഷരങ്ങളുടെ വാക്കുകളുടെ ഒക്കെ വ്യത്യാസങ്ങൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ ആഫ്രിക്കൻ ഡയലക്റ്റിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അമ്മ എന്താണ് മകനോട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് റീഡ് ദി പോയം. വെൽ സൺ, ഐ വിൽ ടെൽ യു. അപ്പോൾ മകനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് അമ്മ മകനോട് പറഞ്ഞത്. ലൈഫ് ഫോർ മീ ain't been no crystal stair. ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ്ഡ് ഓഫ് ഗ്ലാസ്, അല്ലേ? അതാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റെയർ എന്താണ്? പടിക്കെട്ടുകൾ. ഓക്കെ, നടകൾ എന്ന് വേണമെങ്കിൽ നോക്കാം. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ, അതാണ് സ്റ്റെയർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഗ്ലാസ് പടികൾ പോലെ ആയിരുന്നില്ല. ഗ്ലാസ് എന്താണ്? ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സോ എക്സ്പെൻസീവ്, നോട്ട് സോ ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്ര ആഡംബരത്തിലോ സന്തോഷത്തിലോ ആയിരുന്നില്ല എൻ്റെ ജീവിതം. ഇറ്റ്സ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വലുതോ ചെറുതോ ആയിട്ടുള്ള ആണികളെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കൂർത്ത അഗ്രങ്ങളുള്ള ആണികൾ, മുട്ടുസൂചികൾ പോലത്തെ കൂർത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്. സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൺ പീസസ് ആണ്. സ്പ്ലിൻറ്റേഴ്സ്, ബ്രോക്കൺ പീസസ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ ആയിരുന്നില്ല. അതിൽ ചില ആണികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില സ്പ്ലിൻറ്റേഴ്സ്, ബ്രോക്കൺ പീസസ് ഉണ്ടായിരുന്നു, ചില തകർന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ് ആൻഡ് പ്ലേസസ് വിത്ത് ന്യൂ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്. ഇവിടെ എന്താ പോയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്പീക്കർ ആരായിരുന്നു? ഈ കുട്ടിയുടെ അമ്മ. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് മുള്ളുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ ബെയർ. എന്താ ഉദ്ദേശിക്കുന്നത്? കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന മനോഹരമായ ഒരു തറയായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അർത്ഥം എന്താണ്? അവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അവർക്ക് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു. അതിനെയൊക്കെ പല തരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുള്ളുകൾ ഉണ്ടായിരുന്നു, ആണികൾ ഉണ്ടായിരുന്നു, കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പം ഈ ലേഡി എന്ന് പറയുന്നത് ആരാണ്? ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ്, അല്ലേ? ഒരു ആഫ്രിക്കൻ ലേഡിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറ്റ്സിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ചില പ്രോബ്ലംസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയത്തിനെ കുറച്ച് ഡ്രമാറ്റിക്കലായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പോയറ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പോയറ്റ് കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ചില ഡ്രമാറ്റിക് സ്റ്റൈലുകൾ, നാടകീയമായ ചില ഭാഗങ്ങൾ ഈ പോയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അമ്മ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ മാത്രം സംസാരിച്ചുകൊണ്ട് മകൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? ജീവിതത്തില് ആ അമ്മ അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, അവര് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ചില പടികൾ, അത് ബോട്ട്സ് വെർ ടോൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു, മോശമായി പോയതായിരുന്നു, ചീത്തയായി പോയതായിരുന്നു. പോകുന്നതിനിടയ്ക്ക് ചില മുള്ളുകൾ, ഒടിഞ്ഞ ഭാഗങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞു പോയ ഭാഗങ്ങൾ, അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവര് വളരെ സൂക്ഷിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ,
ഇത്ര വരെയുള്ള ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ പോയത്തിലെ ഒരേ ഒരു സ്പീക്കറായിട്ടുള്ള ഈ അമ്മ വീണ്ടും സംസാരിക്കുകയാണ്. എന്താണ് ബാക്കി ആ അമ്മ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ബട്ട് ഓൾ ദ ടൈം I's been a climbing on and reach in landings and turn in corners. എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, ഈ സെക്കൻഡ് ലൈൻ ഐസ് ബീൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണത്? ഐ ഹാഡ് ബീൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ അതൊരു ചെറിയ മിസ്റ്റേക്ക് ആണ്. മിസ് നിങ്ങളോട് പറഞ്ഞായിരുന്നു ആഫ്രിക്കൻ ലേഡി അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഷി ഡോണ്ട് നോ ഗുഡ് ഇംഗ്ലീഷ്, അത്ര നന്നായി ഇംഗ്ലീഷ് അറിയില്ല. സോ ഇറ്റ് ഹാപ്പൻസ്, ചെറിയ എറേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മദർ പറയാനായിട്ട് ശ്രമിക്കുന്നത്? എന്ത് കാര്യമാണ് മദറിന് പറയാനുള്ളത്? ജീവിതം അവർക്ക് വളരെയധികം ദുരിതപൂർണമായിരുന്നു. ആൻഡ് ഐസ് ബീൻ എ ക്ലൈംബർ, എനിക്ക് മുന്നോട്ട് പോകണമായിരുന്നു. പ്രശ്നങ്ങളെ, ദുരിതങ്ങളെയും പ്രതിസന്ധികളെയും ഒന്നും വകവയ്ക്കാതെ എല്ലാത്തിനെയും നേരിട്ടുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവേണ്ടതായിരുന്നു. ആൻഡ് റീച്ച് ഇൻ ലാൻഡിങ്സ്, അവർക്ക് മുന്നോട്ട് പോവുകയും എവിടെയെങ്കിലും, അതായത് അവരുടേതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണമായിരുന്നു. ആൻഡ് ടേൺ ഇൻ കോർണേഴ്സ്, ചില സമയങ്ങളിൽ അവർക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, ചില പുതിയ വഴികൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അവര് ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ ചെയ്തു. ആൻഡ് സംടൈംസ് ഗോയിൻ ഇൻ ദ ഡാർക്ക്, ചില സമയങ്ങളിൽ അവര് ഇരുട്ടുള്ള, ഒട്ടും തന്നെ വെളിച്ചം ലഭിക്കുന്നില്ലാത്ത അപകടകരമായ ചില വഴികളിലൂടെ അവർ പോകേണ്ടി വന്നിട്ടുണ്ട്. വേർ there ain't been no light, ഒട്ടും തന്നെ വെട്ടമുണ്ടായിരുന്നില്ല, പ്രകാശമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിനെ മെറ്റഫോറിക്കലി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യാതൊരു ഹോപ്പുമില്ലാതെ, വിജയിക്കുമെന്നോ എവിടെ എത്തിച്ചേരുമെന്നോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒന്നും മുന്നിൽ കാണാതെ, ഒരു വെട്ടവും മുന്നിൽ കാണാതെ ആ ഇരുട്ടിലൂടെ ഈ അമ്മ യാത്ര ചെയ്തിട്ടുണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ചില സമയത്ത് ഇത് വളരെ അപകടകരമായ രീതിയിലുമായിരിക്കാം. ചില യാത്രകൾ, ചില വഴികൾ, തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ഒരു പക്ഷെ അപകടകരമായിരിക്കാം. എങ്കിലും ആൻഡ് ഷീ ഫിനിഷ്ഡ് ഇറ്റ്, ആ അമ്മ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി. സോ അതുകൊണ്ട് എന്താണ്? ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, നീ നിരാശപ്പെടാതിരിക്കാനായിട്ട്, ഈ അനുഭവം ഒരിക്കലും വരാതിരിക്കാനായിട്ട് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കല്ല്. വിച്ച് മീൻസ് ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നോട്ട് നന്നായി ട്രൈ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നമ്മുടെ പോയതിൻ്റെ സ്പീക്കർ ആയിട്ടുള്ള ഈ അമ്മ സ്വന്തം മകനോട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളാണ് നേരിട്ടത്, ഇന്നതായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ. സോ അതുകൊണ്ട് എന്താണ്? നീയും പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, ഫേസ് ചെയ്യാൻ പഠിക്കണം, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവണം എന്നാണ് ഈ അമ്മ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഡോണ്ട് യു സിറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് കോസ് യു ഫൈൻഡ്സ് ഇറ്റ്സ് കൈൻഡ് ഹാർഡ്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് പോവരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണ്, നീ മുന്നോട്ട് പോകുന്ന വഴികളിലെ സ്റ്റെപ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടേറിയതാകാം. ഡോണ്ട് സെറ്റ് ഡൗൺ, നീ അവിടെ വീണു പോവരുത്, അല്ലെങ്കിൽ ആ പടികളിൽ, അല്ലെങ്കിൽ മുന്നോട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നീ സ്റ്റക്കായി പോകരുത്, നിന്നു പോകരുത്, വീണു പോകരുത് എന്നൊക്കെയാണ് അമ്മ ഇവിടെ പറയുന്നത്. കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കൈൻഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലപ്പോൾ നിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വീഴ്ത്താനാണ് സാധ്യത. എന്താണ്? ഒരു പക്ഷേ ആ മകന്റെ മനോബലം പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഡോണ്ട് യു ഫോൾഡ് നൗ ഫോർ ഐ സീ സ്റ്റിൽ ഗോയിങ്, നീ ഒരിക്കലും എവിടെയും വീണു പോകാൻ പാടില്ല. ഫോർ ഐ സീ സ്റ്റിൽ ഗോയിങ് ഹണി, ഐ സീ സ്റ്റിൽ ക്ലൈംബിങ്. അപ്പൊ എന്താണ്? ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും മുന്നോട്ടുള്ള പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, എങ്കിലും ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലൈഫ് ഫോർ മീ ain't been no crystal stair. ജീവിതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും സുഖമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്,
അതിനെയെല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഈ വഴികളിലൊക്കെ വീണുപോയാൽ എന്ത് പറ്റും? നിരാശനായി പോകും. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, അപ്പം എന്താണ്? പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമ്മൾ നേരിടണം എന്നാണ് ഈ പോയിന്റ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് ചില ഇമേജസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത് പോയിന്റിൽ തന്നിരിക്കുന്ന ഒരു ഇമേജറിയാണ്. ഓക്കെ, പോയിന്റിന്റെ ആദ്യത്തെ ലൈൻസിലും ഇതേ ഇമേജറി ഉണ്ടായിരുന്നു. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇമേജറിയാണ് ഇവിടെ പോയിന്റിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഈ പോയം നന്നായിട്ട് മനസ്സിലായവർക്കാണ് ഈ ക്വസ്റ്റിന് ആൻസർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Read the following poem again and answer the questions choosing the most appropriate answer from the options given below. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? പോയം നന്നായിട്ട് വീണ്ടും വായിക്കുക, താഴെ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, മിസ് ഇതിൻ്റെ ആൻസർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. In the first 7 lines, a stairway with tags in it and splinters in being compared to. അപ്പോൾ ആദ്യത്തെ 7 ലൈൻസിൽ ആദ്യത്തെ 7 ലൈൻസ് പോയത്തിൻ്റെ വായിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റെയർവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റെയർ, പടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെ ടാഗ്സ്, ആണികൾ, സ്പ്ലിൻറ്റേഴ്സ്, ബ്രോക്കൺ പീസസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കമ്പയർഡ് ടു ലൈഫ്. ജീവിതമായിട്ടാണ് അത് കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഇൻ ദിസ് പോയം ബോർഡ്സ് വിത്ത് ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ് ആർ സിംബൽസ് ഫോർ. അപ്പം ടാഗ്സ്, ആണികളും പൊട്ടിപ്പൊളിഞ്ഞതും ഒടിഞ്ഞു പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പോയത്തിൻ്റെ ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? എ ലൈഫ് വിത്ത് മെനി ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ്. കുറേ അധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാമുള്ള ഒരു ജീവിതത്തെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, what does reach in lanterns symbolize in the mother's life? അപ്പോൾ reach in lanterns അങ്ങനൊക്കെ മദേഴ്സ് കാണിക്കുന്നത് എന്തിനെയാണ്? മദറിൻ്റെ വാക്കുകളിൽ കൂടെ അവർ കാണിച്ചതാണ് അല്ലേ? അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? കമ്പാഷനേറ്റ് ഫോഴ്സസ് ഇൻ ഹെർ ലൈഫ്. അവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരെ ചെയ്ത് തീർക്കാൻ പ്രേരിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോകേണ്ടിയ ചില കാര്യങ്ങൾ, അതാണ് അവരുടെ പ്രതീക്ഷകൾ, ആശകൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വൈ ഡു യു തിങ്ക് ദ വേർഡ് ബെയർ ഈസ് യൂസ്ഡ് ഇൻ ദ പോയം? ബെയർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ്? ബെയർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ശൂന്യമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താണ് ആ ലൈൻസിൽ, അതായത് കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലായിരുന്നു പോയത്തിൻ്റെ ലൈൻസിലുള്ളത്. എന്തുകൊണ്ടാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ടു എംഫസൈസ് ഹൗ ഡിഫിക്കൽട്ട് ആൻഡ് ബെയർ ഓഫ് ലക്ഷറീസ് ദ മദേഴ്സ് ലൈഫ് ഹാഡ് ബീൻ. അപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിൽ യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ എത്ര ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബെയർ എന്ന വേർഡ് അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം. Which of the following is the most suitable meaning for turning corners in the poem? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് turning corners എന്ന വാക്കിന് കൃത്യമായ അർത്ഥം നൽകുന്നത്? Phases in her life where she tried to solve problems in her own. അതായത് അവളുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ അവൾ തന്നെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, what is the theme of the poem? പോയതിന്റെ തീം എന്താണ്? Don't give up. Reach out to the goals you have set for yourself. ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടി വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതാണ് ഈ പോയത്തിന്റെ തീം. ക്വസ്റ്റ്യൻ നമ്പർ 7, the crystal stair is a metaphor used in the poem. Why do you think Hughes is referring to the stairway as crystal? ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് കൊടുത്തിരിക്കുന്നത് ഈ പോയത്തിൽ ഒരു മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മെറ്റഫർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ,
യു ക്യാൻ ഓൾമോസ്റ്റ് സീ ദോ a crystal. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ്ഡ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ? ഇപ്പം മിസ് നിൽക്കുന്നതിന് മുമ്പിൽ ഒരു ഗ്ലാസ് ഷീറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക. മിസ്സിനെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പുറത്തുള്ളതിനെ കൃത്യമായിട്ട് കാണിക്കാം. അപ്പം അതുകൊണ്ടാണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്നിവിടെ കൊടുക്കാനായിട്ട് കാരണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. Why is stairway used as an appropriate metaphor to describe the wisdom the mother is trying to impart to her son? സ്റ്റെയർവേ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, ചേരുന്ന മെറ്റഫറാണ് ആ അമ്മയുടെ വിവേകത്തെ മനസ്സിലാക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? One requires steady persistence to go up and down a stairway. കൃത്യമായിട്ട് മുകളിലേക്ക് പടികൾ കയറി പോകാനും കൃത്യമായിട്ട് ഇറങ്ങി വരാനായിട്ടും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർസിസ്റ്റൻസ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഏജ് ഓഫ് ദ സൺ? മേ ബി ഈ മകന് ഏത് പ്രായത്തിലുള്ള കുട്ടിയായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീനേജ് ആണ്. കാരണം എന്താണ്? അവൻ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അല്ലേ? അവൻ അത്ര പ്രായമായിട്ടില്ല, കുട്ടിത്തം കഴിഞ്ഞതേ ഉള്ളൂ, ചൈൽഡ്ഹുഡ് കഴിഞ്ഞതേ ഉള്ളൂ, ടീനേജ് ആണ്, കൗമാരക്കാരനാണ്. അപ്പം അവനെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 10. The language used in the poem pertaining to a particular culture or geographic area is known as. അതെന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്? ഒരു ലാംഗ്വേജ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെയോ ഭൗമിക പ്രദേശത്തെയോ കൾച്ചറിനെയോ ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയലക്റ്റ് എന്നുള്ളത്. ഒരു പ്രദേശത്തിന് മാത്രം ഭാഷയെ. ഓക്കെ, അപ്പോൾ ഈ ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. റെഡിയല്ലേ? അപ്പോൾ മിസ് വായിക്കാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? Do you feel the presence of a listener? How? ഈ പോയത്തിൽ സ്പീക്കർ ആരാണ്, അതായത് സംസാരിക്കുന്നത് ആരാണ്? ഇവിടെ ഒരു ലിസണർ, ഒരാൾ കേൾക്കാനുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? The speaker is the mother of a boy. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. We do feel the presence of a listener who is her son. അപ്പം പോയം തുടങ്ങുന്നത് തന്നെ വെൽ സൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് മനസ്സിലാകാം പറയുന്നത് അമ്മയും കേൾക്കുന്നത് മകനുമാണെന്നുള്ളത്. The words are directly spoken to him. നേരിട്ട് അമ്മ മകനോട് പറയുന്നതായിട്ട് തന്നെ നമുക്ക് പോയതിൽ നിന്ന് മനസ്സിലാകും. അങ്ങനെയാണ് ഇതിൽ ലിസണറും സ്പീക്കറും ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. The next one, how does no crystal stair mean? എന്താണ് no crystal stair? എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്റ്റൽ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ് വിത്ത് പ്രോപ്പർ ഷേപ്പ്. സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം, അതായത് എന്താണ്, നല്ല കട്ടിയുള്ള ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ഷേപ്പിന് കൃത്യമായ ഒരു ഷേപ്പ് അതിന് ഉണ്ടായിരിക്കും. ഇറ്റ് ഓൾസോ മീൻസ് സ്ട്രോങ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അത് നല്ല കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബലമുള്ള ഒരു ഗ്ലാസ് ആണ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. അതായത് ഈ കണ്ണാടിയുടെ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. So the phrase no crystal stair means, അപ്പോൾ എന്താണ്? ആ ക്രിസ്റ്റൽ സ്റ്റെയർ ഇല്ല, നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം the stairs of life are not smooth, clean and clear. Life is hard. അപ്പോൾ എന്താണ്? ജീവിതത്തിൻ്റെ ഈ പടികൾ എന്ന് പറയുന്നത് അത്ര സോഫ്റ്റ് അല്ല, സ്മൂത്ത് അല്ല, എളുപ്പമുള്ളതല്ല, ക്ലിയർ അല്ല. എന്താണ്? ഇറ്റ് ഈസ് ഹാർഡ്, വളരെ ഡിഫിക്കൽട്ടീസ് ഉള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കാണിക്കാനാണ് നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. Then, was life easy for the narrator? Pick out evidence from the first answer to support your answer. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഈസി അല്ല എന്ന് നറേറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പീക്കർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഫസ്റ്റ് ലൈൻസിൽ നിന്ന് തന്നെ, ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോ ഇറ്റ് വാസൻറ്റ്, ലൈഫ് ഈസി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഫോർ ഹെർ വാസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ, ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ അല്ല. ഇറ്റ് ഹാഡ് ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്,
ജീവിതത്തിൽ ടാക്സും സ്പ്ലിൻറ്റേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂർത്ത ആണികൾ. സ്പ്ലിൻറ്റേഴ്സ് ബ്രോക്കൺ പ്ലേസസ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബോർഡ്സ് വെർ ടോൺ അപ്പ് ആൻഡ് നോട്ട് കാർപ്പറ്റഡ്. ബോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചവിട്ടുപടികൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാണ്. അതുപോലെ തന്നെ കാർപ്പറ്റഡ് അല്ല, കാർപ്പറ്റ് അതിലില്ല, സ്മൂത്ത് അല്ല, ഹാർഡാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the first stanza ends with the word bear. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ തീരുന്നത് bear എന്ന വേർഡോട് കൂടിയാണ്. What does the speaker mean by the word bear? bear എന്ന വാക്കുകൊണ്ട് പോയിട്ട് അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? bear means naked or exposed. bear എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യമായിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. She did not have enough clothes or shoes to wear. Her life was bare just like the stair was bare without any carpet. It hints at her poverty. അപ്പോൾ ആ സ്ത്രീക്ക്, അവളുടെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ജീവിതത്തിൽ ഇനഫ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, അവർക്ക് ആഡംബരം കാണിക്കാനായിട്ട് എണ്ണം പറ്റാത്ത അധികം വസ്ത്രങ്ങളോ ഒരുപാട് ചെരുപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു, കാർപ്പറ്റ് ഇല്ലാത്തതായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് bear എന്ന വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Moving to the next question. What do the phrases turn in commas and sit down on the steps mean? ഈ രണ്ട് ഫ്രേസസ് പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. These phrases are the Americanisms in the poem. അതായത് ഈ പോയത്തിൽ കൊടുത്തിരിക്കുന്ന അമേരിക്കൻ എലമെന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. Turn in commas means overcome difficulties one by one. എല്ലാ പ്രതിസന്ധികളെയും നേരിടുക, ഓരോന്നായിട്ട് പ്രശ്നങ്ങളെ നേരിടുക എന്നാണ്. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ഡൗൺ, ഇരിക്കുക എന്നാണ് അർത്ഥം. The mother, who is a black woman, is asking her son not to sit down on the step because he is tired of the problems. അപ്പം ഈ ആഫ്രിക്കക്കാരിയായിട്ടുള്ള അമ്മ ഇവിടെ എന്താണ് പറയുന്നത്? ബ്ലാക്ക് വുമൺ ആയിട്ടുള്ള ഇവർ എന്താണ് പറയുന്നത്? ഈ പ്രശ്നങ്ങളിൽ അവിടെ തളർന്ന് ഇരുന്ന് പോകരുത്, വിട്ടു കൊടുക്കരുത്. മകൻ കൂടുതലായിട്ട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ നിന്നെല്ലാം ഈ പ്രോബ്ലംസിനെ എല്ലാം ഫേസ് ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഈ അമ്മയോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The speaker speaks of the dark times. What does this poet refer to here? ഒരു ഡാർക്ക് ടൈംസ്, ഇരുണ്ട ഭാഗം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാർക്ക് ടൈംസ് റെഫേഴ്സ് ടു ദ ഹാർഡ്ഷിപ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അർത്ഥമാക്കുന്നത്. As the mother says, she was sometimes going in the dark where there was not been any light. ഒരു പ്രകാശവും ഇല്ലാത്ത ഇരുണ്ട ഭാഗത്തോടു കൂടി അവരെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മ അവിടെ പറയുന്നത്. Often she had to travel even without ray of hope. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശയുടെയോ പ്രതീക്ഷയുടെയോ യാതൊരു കണികകളും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗത്തോടു കൂടി ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നാണ് സ്പീക്കർ അവിടെ പറയുന്നത്. ഓക്കെ, then what advice does the speaker give? എന്താണ് സ്പീക്കർ ഇവിടെ നൽകുന്ന ഉപദേശം? പിക്ക് ഔട്ട് ദ റെലവന്റ് ലൈൻ ഫ്രം ദി പോയം. പോയത്തിൽ നിന്നും അത് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള വരിയെ തിരഞ്ഞെടുക്കുക. The advice she gives is not to turn back, not to sit down in the steps and not to fail. Boy, don't you turn back, don't you sit down on the steps, don't you fall now. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ എന്താണ് പറയുന്നത്? ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ആ വഴികളിൽ ഇരുന്ന് പോവരുത്, വീണു പോവരുത് എന്നാണ് ആ ഉപദേശം കൊടുക്കുന്നത്. ഇത് കാണിക്കുന്ന വരികളാണ് സെക്കൻഡ്, ആ ഇൻവേർട്ടഡ് കോമയിൽ മിസ് കൊടുത്തിരിക്കുന്നത്. ഈ വരികളിലൂടെയാണ് നമുക്ക് ഈ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And the last question, with what message does the poem end? പോയം അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന മെസ്സേജ് എന്താണ്? The poem ends with the message to go forward in spite of the problems. പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക. The obstacles should not stop us from going ahead. എന്താണ്? ഈ പ്രതിസന്ധികൾക്കൊന്നും നമ്മളെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവണം എന്നാണ് നമുക്ക് പോയത്തിന്റെ അവസാനം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമായിരുന്നല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ആക്ടിവിറ്റി, the metaphor
Life for me ain't need no crystal stair is an extended metaphor. It is seen throughout the poem. Do you think that the poem can convey the right idea without this metaphor? Why? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു മെറ്റഫർ പോയതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, കൃത്യമായിട്ടും ഈ മെറ്റഫർ യൂസ് ചെയ്യാതെ എന്താണോ ഈ പോയത്തിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ആ അർത്ഥം മനസ്സിലാക്കിക്കാനായിട്ട് ഈ മെറ്റഫറിന്റെ സഹായമില്ലാതെ സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധിക്കുമെങ്കിൽ എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ നമുക്ക് എന്താണ് എഴുതാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. I don't think the poem can convey the right idea without this metaphor in the poem. അപ്പം ഈ മെറ്റഫർ ഇല്ലാതെ ഈ മെസ്സേജ് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. The narrator is the poem is a black American woman. ഈ പോയത്തിലെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ലേഡിയാണ്, കറുത്ത വർഗ്ഗക്കാരി സ്ത്രീയാണ്. ലൈഫ് ഫോർ ദ ബ്ലാക്സ് വാസ് വെരി ഹാർഡ് ഇൻ ദ അമേരിക്ക ഓഫ് ദി പാസ്റ്റ്. അമേരിക്കയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ഫോർ ദ ബെറ്റർ ആൻഡ് വി ഈവൻ സീ ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഇൻ ബറാക് ഒബാമ. ഇപ്പൊ കാര്യങ്ങൾക്ക് പലതിനും മാറ്റം വന്നിട്ടുണ്ട്. കറുത്ത മാർഗക്കാരനായ ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ബട്ട് വെൻ ലാങ്സ്റ്റൺ ഹ്യൂസ് വാസ് റൈറ്റിംഗ് ദിസ് പോയം, അതായത് ലാങ്സ്റ്റൺ ഹ്യൂസ് ഈ പോയം എഴുതുന്ന കാലഘട്ടത്തിൽ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഈവൻ ഇമാജിൻ ദാറ്റ് എ ബ്ലാക്ക് മാൻ കുഡ് ബിക്കം ദ പ്രസിഡന്റ് വൺ ഡേ. ഈ പോയം എഴുതിയ കാലഘട്ടത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുക എന്ന കാര്യം ചിന്തിക്കാൻ കൂടി സാധിക്കുന്നതായിരുന്നില്ല. The blacks had to struggle even for their existence. അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. It was with great difficulty they found even decent livelihood. അപ്പോൾ അവർക്ക് നന്നായി ഒന്ന് ജീവിക്കാൻ വേണ്ടി തന്നെ അവരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദ മദർ ഈസ് ടെല്ലിങ് ഹർ സൺ ദാറ്റ്, അതുകൊണ്ട് ഇവിടെ ഈ അമ്മ മകനോട് പറയുകയാണ്, she had been working hard to reach even where she has reached. ആ അമ്മ എവിടെയെങ്കിലും എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അവര് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലൈഫ് ഈസ് എ ജേർണി. ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആൻ അപ്വേർഡ് ജേർണി ആൻഡ് വി യൂസ് സ്റ്റെയർസ്. ജീവിതത്തിൽ മുകളിലേക്ക് പോകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പടികൾ, stairs ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഹിയർ ദ stairs are full of tacks and splinters. പക്ഷേ എന്താണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പടികളിലെല്ലാം ടാക്സ്, ആണികളും സ്പ്ലിൻറ്റേഴ്സ്, അതെല്ലാം ബ്രോക്കൺ പീസസ്, പൊട്ടിയിരിക്കുന്നതുമാണ്. there are dark corners and there are no carpet. അവിടെയെല്ലാം കറുത്ത ഇരുണ്ട മൂലകളും കാർപ്പറ്റുകളൊന്നും ഇല്ലാത്ത സ്ഥലവുമാണ്. every turn there was a problems and obstacles. ഓരോ പോയിന്റിലും, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇറ്റ് നീഡ്സ് കറേജ് ടു ഗോ ഓൺ. അപ്പോൾ നമുക്ക് എന്താണ്, ജീവിതത്തിൽ നല്ല ധൈര്യം വേണം മുന്നോട്ട് പോകാനായിട്ട്. സച്ച് ആൻ ഐഡിയ കുഡ് ബി കൺവേഡ് ഓൺലി ത്രൂ എ മെറ്റഫർ ഓഫ് ദി നോൺ ക്രിസ്റ്റൽ സ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും വലിയൊരു ഐഡിയ കൺവേ ചെയ്യണമെങ്കിൽ നോൺ ക്രിസ്റ്റൽ സ്റ്റേഴ്സ് എന്നുള്ള ഈ ഐഡിയ, ഈ മെറ്റഫർ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു do the second activity. What literary elements does Langston Hughes use to convey the message in the poem Mother to Son? Mother to Son എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോയറ്റിൽ എന്തൊക്കെ ലിറ്റററി എലിമെന്റ്സ് ആണ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു കൺവേ ഹിസ് മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതിനായിട്ട് ലാങ്സ്റ്റൺ ഹ്യൂസ് ഹാസ് യൂസ്ഡ് ഡിഫറെൻറ്റ് ലിറ്റററി എലിമെന്റ്സ്. അതിനുവേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ലിറ്റററി എലിമെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ഹാസ് യൂസ്ഡ് ദ എക്സ്റ്റെൻഡഡ് മെറ്റഫർ ഓഫ് ദ നോൺ ക്രിസ്റ്റൽ സ്റ്റെയർസ്. അദ്ദേഹം എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ദ നോൺ ക്രിസ്റ്റൽ സ്റ്റെയർസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മെറ്റഫർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വേർഡാണ് മെറ്റഫർ ആയിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു ഷോ ഹൗ ഹാഡ് ഇറ്റ് ഹാഡ് ബീൻ ഫോർ her to go ahead in life with all the tacks and splinters on the stairs.
ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇതെല്ലാം പ്രോബ്ലംസിനെ ഫേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ എക്സ്റ്റെൻഡഡ് മെറ്റഫർ യൂസ് ചെയ്തത്. ഹി ഹാസ് യൂസ്ഡ് ദ അമേരിക്കൻ ഡയലക്റ്റ്. അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത എന്താണ്? അമേരിക്കൻ ഡയലക്റ്റ്, എസ്പെഷ്യലി യൂസ്ഡ് ബൈ ബ്ലാക്ക് അമേരിക്കൻസ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസ്, അമേരിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആഫ്രിക്കക്കാർ യൂസ് ചെയ്യുന്ന അവരുടെ അമേരിക്കൻ ഡയലക്റ്റിനെയാണ്, അതായത് അവരുടെ സ്വന്തം ലാംഗ്വേജിൻ്റെ ഒരു ഭാഗവും അമേരിക്കയുടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഭാഗവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ആര്? ബ്ലാക്ക്സ് ഇൻ അമേരിക്ക, അമേരിക്കയിലെ ബ്ലാക്ക് വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാർ. അപ്പം ആ ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എ ക്ലൈംബിൻ, റീച്ചിൻ, ഗോയിൻ, ain't climbing. He has also used double negatives. ഡബിൾ നെഗറ്റീവ്സും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ എന്താണ്? രണ്ട് നെഗറ്റീവുകളെ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ain't been no light. അപ്പം ain't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ end എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോട്ട് എന്നുള്ള മീനിങ് ആണ്, നോട്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും നോ ലൈറ്റ് എന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഡബിൾ നെഗറ്റീവായിട്ട് മാറി. അതും അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then set down to mean sit down. Set down എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് മീൻ ചെയ്തിരിക്കുന്നത്? sit down എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ I's been എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് മീൻ ചെയ്തിരിക്കുന്നത്? I have been എന്നായിരുന്നു മീൻ ചെയ്തിരുന്നത്. It's kinder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? It is kind of എന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ദീസ് ആർ ദ ടിപ്പിക്കൽ ബ്ലാക്ക് അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ആണ്. പ്യുവർ ഇംഗ്ലീഷ് അല്ല, ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിരുന്ന ഇംഗ്ലീഷ് ആയിരുന്നു ഇത്. ദ പോയിറ്റ് ഹാസ് ഓൾസോ യൂസ്ഡ് ഫെമിലിയർ വേർഡ്സ് ലൈക്ക് ടാക്ക്, സ്പ്ലിൻറ്റർ, സ്റ്റോൺ അപ്പ് ആൻഡ് ബെയർ ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ദ പോയം. അപ്പോൾ പോയത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടാക്ക്, സ്പ്ലിൻറ്റർ, സ്റ്റോൺ അപ്പ് ഇങ്ങനെയുള്ള വാക്കുകളും കൂടി അദ്ദേഹം ഉപയോഗിച്ചു. ടു ഡ്രൈവ് ദ മെസ്സേജ് ടു ഹോം. എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ മെസ്സേജ് എല്ലാവരിലും എത്തുന്നതിന് വേണ്ടിയിട്ട്. ദ സ്പീക്കർ ഈസ് എ ബ്ലാക്ക് അമേരിക്കൻ ലേഡി. സ്പീക്കർ എന്ന് പറയുന്നത് ബ്ലാക്ക് അമേരിക്കൻ ലേഡിയാണ്. ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് ടു ഹർ ടീനേജ് സൺ ടു ഗോ ഫോർവേഡ് ഇൻ ലൈഫ് വിത്ത് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി ഹാർഡ്ഷിപ്സ് ഹി മേ ഫേസ്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്ലാക്ക് അമേരിക്കക്കാരിയായ ഈ ലേഡി ടീനേജുകാരനായ സ്വന്തം മകനോട് ജീവിതത്തിൽ ധൈര്യത്തോടെയും ഡിറ്റർമിനേഷനോട് കൂടിയും എല്ലാ പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ പോയത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഷീ ഹാഡ് ഡൺ ഇറ്റ് ആൻഡ് ഹീ ടു ക്യാൻ ഡു. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അമ്മ ചെയ്തു, അതുകൊണ്ട് തന്നെ അത് മകനും ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ ഈ പോയത്തിൽ ആ ലേഡി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ എലമെന്റ്സ് ആയിട്ട്, പോയറ്റിക് എലമെന്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തേർഡ് ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ: ദ പോയം ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്വൈസ് ഗിവൺ ബൈ എ മദർ ടു സൺ. ഒരമ്മ സ്വന്തം മകന് കൊടുക്കുന്ന ഉപദേശം, അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണ് ഈ പോയം എന്ന് പറയുന്നത്. ഹാവ് യു കം അക്രോസ് സിമിലർ പോയംസ് ഇൻ യുവർ മദർ ടങ്? നിങ്ങളുടെ സ്വന്തം മാതൃഭാഷയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കവിതകൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. കൺസിഡർ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ എമിനന്റ് മലയാളം പോയറ്റ് കടമ്മനിട്ട രാമകൃഷ്ണൻസ് പോയം കോഴി. അപ്പം മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കോഴി എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയിലെ ലൈൻസ് വായിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഔട്ട് തീമാറ്റിക്കൽ പാരലൽ ബിറ്റ്വീൻ ദീസ് ടു പോയംസ് ആൻഡ് പ്രസന്റ് യുവർ ഐഡിയാസ് ബിഫോർ ദ ക്ലാസ്. അപ്പോൾ ഈ രണ്ട് പോയത്തിനും ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച മദർ ടു സണ്ണും അതുപോലെ തന്നെ കടമ്മനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന് പറയുന്ന പോയം തമ്മിൽ കമ്പയർ ചെയ്യുക. തീമാറ്റിക് കമ്പാരിസൺ ചെയ്തിട്ട് പോയിന്റ്സ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ എണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഇൻ ദ പോയം കോഴി, കടമ്മനിട്ട രാമകൃഷ്ണൻ ഓൾസോ ഗീവ്സ് എ സിമിലർ മെസ്സേജ്. കോഴി എന്ന് പറയുന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ കവിതയിലും ഇതേ അർത്ഥമാണ് പറയപ്പെടുന്നത്. ഹിയർ ദ മദർ ഹെൻ ഈസ് അഡ്വൈസിങ് യങ് ചിക്സ്. അതിലെന്താണ്? തള്ളക്കോഴി കുഞ്ഞു കോഴികളോട്
പറയുന്നതാണ് കോഴി എന്ന് പറയുന്ന കവിതയുടെ പ്രമേയം. They should have their eyes on both sides, but also up and down. എന്താണ് പറയുന്നത്? കോഴികളുടെ കണ്ണ് എവിടെയാണ്? രണ്ട് സൈഡിലേക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുകളിലേക്കും താഴേക്കും രണ്ട് വശങ്ങളിലേക്കും എല്ലാം കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. They should be burning insight in the eyes. എന്താണ്? അവർക്ക് വളരെ മുൻകൂട്ടി കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. Tears should not wet the eyes and blur their vision. ടീയേഴ്സ്, കോഴികൾ കരഞ്ഞു എന്ന് നമ്മൾ ഒരിക്കലും കാണുന്നില്ല അല്ലേ? നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ ആ കോഴി കരഞ്ഞതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കണ്ണുനീര് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? ടീയേഴ്സ്, കണ്ണുനീര് കൊണ്ട് ഒരിക്കൽ പോലും ഈ കോഴികളുടെ കണ്ണിലെ കാഴ്ചകൾ മങ്ങിപ്പോകുന്നില്ല. All this is needed to forge ahead in life. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ജീവിതത്തിൽ മുന്നോട്ട് നന്നായിട്ട് പോകാനായിട്ട്. In Mother to Son എന്ന് പറയുന്ന പോയത്തിൽ ലാങ്സ്റ്റൺ ഹ്യൂസ് says almost similar things to her son. ഇതേപോലെയുള്ള ഏകദേശം വരുന്ന കാര്യങ്ങളാണ് ഈ അമ്മയും മകനോട് പറയുന്നത്. She asked her son to overcome the tacks and splinters, the uncarpeted and broken boards with the determination and insight. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ പോലെ കിടക്കുന്നതിനെ എല്ലാത്തിനെയും ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം, ഫേസ് ചെയ്യണമെന്നാണ് ഇവിടെ ഈ അമ്മയും മകനോട് പറയുന്നത്. ദ മെസ്സേജ് ബോത്ത് ദ പോയംസ് ഗീവ് ഈസ്, രണ്ട് പോയം തരുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. എന്താണത്? ഡോണ്ട് ഗീവ് അപ്പ്. ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോകരുത്, വിട്ടുകളയരുത്. ബി അലേർട്ട് ആൻഡ് ഹാവ് കോൺഫിഡൻസ്. എപ്പോഴും നമ്മൾ ജാഗരൂകതയുള്ളവരായിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ഹാവ് കോൺഫിഡൻസ്, നല്ല ധൈര്യമുള്ളവരുമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് പോയത്തിലും കൺവേ ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് മിസ് നിങ്ങളോട് 1-2 എക്സ്ട്രാ പോയിന്റ്സും കൂടെ പറഞ്ഞു തരാമെന്ന് മിസ് ക്ലാസ് തുടങ്ങിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് അത് മറന്നു പോയിട്ടില്ല. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ? നമുക്ക് ആ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയം ഒരു അപ്രീസിയേഷൻ ആയിട്ട് എഴുതാനായിട്ട് സാധ്യതയുണ്ട്, ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്രീസിയേഷൻ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. സോ ഫസ്റ്റ് വൺ, ദിസ് പോയം ഇസ് എ ഡ്രാമാറ്റിക് മോണോലോഗ്. ഇത് ഡ്രാമാറ്റിക് എലിമെന്റ്സ് വന്നിട്ടുള്ള ഒരു മോണോലോഗാണ് ഈ പോയം എന്ന് പറയുന്നത്. ഇറ്റ് ഹാവ് 20 ലൈൻസ്. 20 ലൈൻസ് ഉണ്ട് ഈ പോയത്തിന്. ആൻഡ് ദിസ് പോയം ഈസ് എ ഫ്രീ വേഴ്സ്. ഈ പോയം ഫ്രീ വേഴ്സ് ആണ്, അതായത് മെട്രിക്കൽ പാറ്റേൺസോ റിഥമിക് ലൈൻസോ ഒന്നും ഇല്ലാത്ത, റൈം സ്കീമും റൈം വേർഡ്സും ഒന്നും ഇല്ലാത്ത ഒരു പോയമാണിത്. അങ്ങനെയുള്ള പോയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ വേഴ്സ്. അപ്പൊ ഈ പോയം ഒരു ഫ്രീ വേഴ്സ് ആണ്. ഓക്കെ. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയിലുള്ള ആഫ്രിക്കക്കാരായിട്ടുള്ള ബ്ലാക്സ് പീപ്പിൾ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് യൂണിറ്റിനകത്ത് പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ? SSLC എക്സാമിനോട് അടുത്ത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, വായിക്കുക. ഓക്കെ. നമ്മുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് എല്ലാം എക്സാം പോയിന്റിൽ ലഭിക്കുന്നതാണ്. മിസ് ഇവിടെ ഡിസ്കസ് ചെയ്ത ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാം പോയിന്റിന്റെ നമ്മുടെ ടെക്സ്റ്റിൽ ലഭിക്കുന്നതാണ്. So you can refer there. Okay. So we can wind up our class. Thank you, my dear students. We'll see you in next class.